Okay, all of you mark the attendance. അപ്പോ നമ്മൾ അഞ്ചാമത്തെ പാഠം ഫിനിഷ് ആയിട്ടുണ്ട്, പൂക്കാലം എന്ന പാഠഭാഗം അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണോ ആ പാഠഭാഗം? യെസ് ഓർ നോ? യെസ്. യെസ്. ഓക്കെ, അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് അല്ലേ? അതില് ഫസ്റ്റ് വൺ പദം പരിചയപ്പെടാം എന്നാണ് അല്ലേ? പൂക്കാലം മനസ്സിലായല്ലോ, വായിപ്പിക്കുകയും ചെയ്തു അല്ലേ മിസ്? ഓക്കെ, അപ്പോ അതില് ഫസ്റ്റ് വൺ പദം പരിചയപ്പെടാം. all of you take a textbook, page number 24 ആണ്. എടുത്തോ എല്ലാവരും? ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പദം പരിചയപ്പെടാം. ആദ്യത്തെ എന്താണ്? ആറ്. ആറ് എന്താണ് അർത്ഥം? ആറ് പുഴ അല്ലെ? ആറ് പുഴ അല്ലെങ്കിൽ നദി. നെക്സ്റ്റ് വൺ എന്താണ്? കണം. കണം തുള്ളി. പേജ് നമ്പർ 24 അതാണിപ്പോ മിസ് പറയുന്നത് കേട്ടോ, 24ാമത്തെ പേജ്. ഓക്കെ, നെക്സ്റ്റ് കവരുക മോഷ്ടിക്കുക. കവരുക മോഷ്ടിക്കുക. നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചോട്ടോ. ഫസ്റ്റ് വൺ ആറ് പുഴ. ടെക്സ്റ്റിൽ സ്ഥലമുണ്ട് ഇഷ്ടം പോലെ, അവിടെ എഴുതി വെച്ചേ. ഇത് നോട്ടിലേക്ക് വരുത്തി എഴുതണം കേട്ടോ മക്കള്. അപ്പൊ ആറ് പുഴ അല്ലെങ്കിൽ നദി. ഇഫ്ര അവിടെ തന്നെ അതിൽ എഴുതിക്കോ. ആ അവിടെ. നെക്സ്റ്റ് കണം തുള്ളി. ആ ഒന്നും കൂടി പറയാ. ഓക്കെ, പേജ് നമ്പർ 24 അതിൽ ഫസ്റ്റ് വൺ പദം പരിചയപ്പെടുക എന്നാണ്. അതിലാണ് ഇപ്പൊ മിസ് പറയുന്നത്, കണ്ടോ? അതിൽ ഫസ്റ്റ് ആദ്യത്തെ പദം ഏതാണ്? ആറ്. ആറ് പുഴ. സെക്കൻഡ് വൺ എന്താണ്? കണം തുള്ളി. നോക്കി എഴുതണം കേട്ടോ, ബാക്ക് നോക്കി എഴുതണം ഫ്രണ്ടിലേക്ക്. കവരുക മോഷ്ടിക്കുക. റാസി വീഡിയോ ഓൺ ചെയ്തേ മോനെ. ടേൺ ഓൺ യുവർ വീഡിയോ. ഋഷികേശ് കണം തുള്ളി നമ്മുടെ നിഘണ്ടുലുണ്ട്. ലാസ്റ്റ് പേജ് നമ്പർ 77 അതിന്റെ ആൻസർ ഉണ്ട്. അപ്പൊ അതില് കവരുക മോഷ്ടിക്കുക. മക്കള് നോക്കി എഴുതിയാൽ മതി, തെറ്റിക്കരുത്. അടുത്തത് കാന്തി. കാന്തി ശോഭ. രണ്ടാമത്തത് കണം. ഗുഡ് മോർണിംഗ് അമന്ന, ഗുഡ് മോർണിംഗ്. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. രണ്ടാമത്തത് കണം തുള്ളി. കണം പറയില്ലേ നമ്മള്? മഞ്ഞിൻ കണം, മഞ്ഞിൻ തുള്ളി എന്നർത്ഥം, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു അംശം. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് കാന്തി ശോഭ. ഗന്ധം മണം. ഗന്ധം മണം അല്ലെങ്കിൽ സുഗന്ധം. ആ ചിത്രശലഭം. എന്താണ് ചിത്രശലഭം? പൂമ്പാറ്റ. ചിത്രശലഭം പൂമ്പാറ്റ. ചെമ്മേ. ചെമ്മേ ഭംഗിയായി. ഭംഗിയായി അല്ലെ? ഭംഗിയായി. ചെമ്മേ ഭംഗിയായി. ഹന്ന റോസ് എഴുതുന്നില്ലേ? ഹന്ന വർഗീസ് ഓക്കെ എഴുതി തരണോ? ഇതാ മോളെ ബേക്കിലുണ്ട്. ഇത് ഇതാ ബേക്ക് വശത്ത് 77 പേജ് നമ്പർ ഇതിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിലേക്ക് ഭംഗിയായി എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇതാ ടെക്സ്റ്റിലുണ്ട് പേജ് നമ്പർ 77. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ചേലൊത്ത ഭംഗിയുള്ള. ചേറ് ചെളി അഴുക്ക് അല്ലെങ്കിൽ നുകരുക
ആസ്വദിച്ചു കുടിക്കുക, അതിനാണ് നുകരുക എന്ന് പറയുക. മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക. മന്ദഹസിക്കുക, പുഞ്ചിരിക്കുക. മരന്തം, പൂന്തേൻ. മരന്തം, പൂന്തേൻ. വാരുറ്റ, ഭംഗി. ഓക്കെ, മുഹമ്മദ് ഷക്സാദെ നേരെ ഇരുന്നേ മോനെ. മോൻ തല തിരിഞ്ഞാണോ അല്ലേ ഇവിടെ ഇരിക്കുന്നത്? ആ മൊബൈൽ നേരെ വെച്ചേ. ഓക്കെ, ആയിട്ടില്ല, എന്നും ആയില്ല, ഇപ്പോഴും തല തിരിഞ്ഞാ ഉള്ളത്. ഓക്കെ, കറക്റ്റ്, ഇപ്പൊ കറക്റ്റ്. ഓക്കെ, അപ്പോ അത്രയാണ് പദം, വേർഡ് മീനിങ് ഉള്ളത് അല്ലേ? പദം പരിചയപ്പെടുകയില് അത്രയും പദങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ബാക്ക് വശത്ത് നോക്കി നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് നല്ല നീറ്റിൽ എഴുതി വെക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഉത്തരം കണ്ടെത്തുക. ഉത്തരം കണ്ടെത്തുക. അതില് വസന്തകാലം മന്ദഹസിക്കുന്നത് എപ്പോൾ? എപ്പോഴാണ് വസന്തകാലം മന്ദഹസിക്കുന്നത്? ഞാൻ ചോദിക്കുന്നവർ പറയണേ. വസന്തകാലം മന്ദഹസിക്കുന്നത് എപ്പോൾ? ഒന്നാമത്തെ ചോദ്യം. എപ്പോഴാണ് ഹിബ ഫാത്തിമ? ഹിബ, പ്ലീസ് അൺമ്യൂട്ട്. ഹിബക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആ, പറ്റുന്നുണ്ട്, പറ്റുന്നുണ്ട്. നീ ഇങ്ങനെ ആക്കിയതും വേണ്ട, പറ്റുന്നുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഹിബ അൺമ്യൂട്ട് ചെയ്യുന്നില്ല അല്ലേ? നെക്സ്റ്റ് ടെസാ മരിയ, എന്താ മോളെ അതിന്റെ ആൻസർ? വസന്തകാലം മന്ദഹസിക്കുന്നത് എപ്പോൾ? മറന്നുപോയി എല്ലാവരും പാഠഭാഗം? അൺമ്യൂട്ട് ചെയ്യും മോളെ ആദ്യം. മന്ദഹസിപ്പൂ വസന്തകാലം. എപ്പോഴാണ് വസന്തകാലം മന്ദഹസിച്ചത്? ഓക്കെ, വെരി ഗുഡ്. മാമഴ മേഘങ്ങൾ പോയി മറിഞ്ഞപ്പോഴാണ് വസന്തകാലം മന്ദഹസിച്ചത്. ഓക്കെ ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മാമഴ മേഘങ്ങൾ പോയി മറിഞ്ഞപ്പോഴാണ് വസന്തകാലം മന്ദഹസിക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മഞ്ഞ മന്ദാരങ്ങൾക്ക് കാന്തിയേറ്റുന്നത് എന്ത്? എന്താണ് മഞ്ഞ മന്ദാരങ്ങൾക്ക് കാന്തിയേറ്റുന്നത്? അലൻ തോമസ്. മഞ്ഞ മന്ദാരങ്ങൾക്ക് കാന്തിയേറ്റുന്നത് എന്ത്? ഒന്നും ഓർമ്മയില്ല അല്ലെ? പാഠഭാഗം എല്ലാവരും മറന്നുപോയോ? എന്താണ്? കറക്റ്റ്. ഓക്കെ, മഞ്ഞിൻ കണങ്ങളാണ് മഞ്ഞ മന്ദാരങ്ങൾക്ക് കാന്തിയേറ്റുന്നത്. മഞ്ഞിൻ കണങ്ങളാണ് മഞ്ഞ മന്ദാരങ്ങൾക്ക് കാന്തിയേറ്റുന്നത് അല്ലേ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഏറിയ ഗന്ധം പരത്തി പൂത്തു നിൽക്കുന്ന വൃക്ഷം ഏത്? ഏഴിലം പാലം അല്ലെ? ഏഴിലം പാലയാണ്. ഏഴിലം പാലയാണ് ഏറിയ ഗന്ധം പരത്തി പൂത്തു നിൽക്കുന്നത്. ഏറിയ ഗന്ധം പരത്തി പൂത്തു നിൽക്കുന്നത് ഏഴിലം പാലയാണ് അല്ലെ? നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ആറ്റിലും ചേറ്റിലും നൃത്തമാടുന്നത് ആര്? കറക്റ്റ്, ആമ്പൽ പൂവാണ് അല്ലെ? ആറ്റിലും ചേറ്റിലും നൃത്തമാടുന്നത് ആമ്പൽ പൂവാണ്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വണ്ടുകളും തുമ്പികളും ചെയ്യുന്നത് എന്ത്? എന്താണ്? വണ്ടുകളും പൂവിൻ അപ്പൊ എന്താ എഴുതേണ്ടത്?
വണ്ടുകളും തുമ്പികളും പൂക്കളിലെ തേൻ നുകരുകയാണ് ചെയ്യുന്നത് അല്ലെ. പൂവിൻ മരന്തം കുടിക്കലേന്ന്. അപ്പൊ തേൻ നുകരുന്നു. മരന്തം തേൻ. അപ്പൊ അതിന്റെ ആൻസർ അങ്ങനെ അല്ലേ. അപ്പൊ 5 എണ്ണാണ് ഉള്ളത്. അത് മിസ് എഴുതി തരാം കേട്ടോ. കൂടുതൽ ലളിതമാക്കാൻ അടുത്ത എന്താണെന്ന് അറിയോ? നെക്സ്റ്റ്, കവിതയിൽ പരാമർശിക്കപ്പെട്ട പൂക്കൾ ഏതെല്ലാം? ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ കുറിച്ച് 2 or 3 വാക്യങ്ങൾ എഴുതുക. കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താ? കവിതയിൽ പരാമർശിക്കപ്പെട്ട പൂക്കൾ ഏതെല്ലാം? ഏതൊക്കെ പൂക്കളാണ് കവിതയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്? മഞ്ഞമന്ദാരം, ആമ്പൽ, 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 പിന്നെ മഞ്ഞമന്ദാരം, കണ്ണാന്തളിപ്പൂക്കൾ. ഓക്കെ, എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് അല്ലേ. എന്തൊക്കെയാ? ആദ്യം മഞ്ഞമന്ദാരങ്ങള്, നീലക്കുറിഞ്ഞി, ഏഴിലം പാലകള്, പിന്നെയോ കണ്ണാന്തളിപ്പൂക്കള്, പിന്നെ ആമ്പൽപ്പൂക്കള് അല്ലേ. ഇങ്ങനെയാണ് പലതരത്തിലുള്ള പൂക്കൾ അവിടെ വിടർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ കുറിച്ച് 2 or 3 വാക്യങ്ങൾ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ഏത് പൂവാണ് ഇഷ്ടം എന്ന് വിചാരിച്ചാൽ അതിനെ കുറിച്ച് നിങ്ങൾ 2 or 3 വാക്യത്തിൽ എഴുതണം, വാക്യങ്ങൾ എഴുതണം. മനസ്സിലായോ? ഇപ്പൊ ആമ്പലാണെങ്കിൽ എന്തൊക്കെ എഴുതും നിങ്ങൾ? ആമ്പലാണ് എക്സാമ്പിൾ. ആമ്പൽ. ആമ്പലിനെ പറ്റി എന്തൊക്കെ എഴുതും? വെള്ളത്തിൽ വളരുന്ന ചെടിയാണ് ആമ്പൽ. പിന്നെയോ ഏത് കളറിലാ? വെളുത്ത നിറത്തിലാണ് കൂടുതലും കാണാറുള്ളത് അല്ലേ. പിന്നെയോ സൂര്യൻ ഉദിച്ചാൽ വിടരുകയും സൂര്യൻ അസ്തമിച്ചാല് കൂമ്പിപ്പോവുകയും ചെയ്യുന്നു അല്ലെ. അതങ്ങനെയല്ലേ? നെക്സ്റ്റ്, അതെ, കൂടുതലും കാണുന്നത് വെള്ള നിറത്തിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം ആമ്പലിനെ കുറിച്ചാണ്. എക്സാമ്പിൾ മിസ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പൂക്കളെ കുറിച്ചാണ് ഇഷ്ടമെങ്കിൽ അതിനെ കുറിച്ച് എഴുതും അല്ലേ. ഓക്കെ, അപ്പൊ 2 or 3 വാക്യത്തില് ആ നോട്ടിലേക്ക് എഴുതേണ്ട കാര്യം തന്നെ കേട്ടോ. എഴുതിയിട്ട് വരൂ അടുത്ത ക്ലാസ്സിലേക്ക്. ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ ആമ്പലെങ്കിൽ ആമ്പൽ, നെക്സ്റ്റ് വേറെ ഏതെങ്കിലും പൂവാണെങ്കിൽ അത് അല്ലേ. അപ്പൊ കവിതയിൽ പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പൂവിനെ കുറിച്ച് നിങ്ങൾ ഒരു 2 or 3 വാക്യം എഴുതണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താ? 4th ആക്ടിവിറ്റി എന്താ? ചേർത്ത് എഴുതുക. ശ്രദ്ധിക്കുക കേട്ടോ. പച്ച പ്ലസ് പുല്ല്. എന്താണ് ചേർത്ത് എഴുതുമ്പോ? പച്ചപ്പുല്ല്. നെക്സ്റ്റ് നോക്കിയേ, നീല പ്ലസ് കുറിഞ്ഞി. നീല പ്ലസ് കുറിഞ്ഞി എങ്ങനെ എഴുതും? നമുക്ക് എഴുതണ്ടേ? നീലക്കുറിഞ്ഞിനെ എഴുതി. ഓക്കെ, നീലക്കുറിഞ്ഞി. വേണം കേട്ടോ. നീലക്കുറിഞ്ഞി കാ ഇരട്ടിക്കും. മിസ് എഴുതുമ്പോ ക്ലിയർ ആവുന്നില്ല ഇതില്. ഓക്കെ, നീലക്കുറിഞ്ഞി. ഫസ്റ്റ് നീലക്കുറിഞ്ഞി. നീല പ്ലസ് കുറിഞ്ഞി, നീലക്കുറിഞ്ഞി. എഴുതണേ, എഴുതണം. അതാണ് അവിടെ ദിത്തസന്ധി ഇരട്ടിക്കുന്നത്. ഓക്കെ, നീലക്കുറിഞ്ഞി എഴുതിയോ മക്കളെ? നെക്സ്റ്റ് വൺ കണ്ണാന്തളി പ്ലസ് പൂക്കൾ. എന്താണ്? കണ്ണാന്തളി പൂക്കൾ. എഴുതി വെക്കണേ എവിടെ? ഹൈഫൻ ഇട്ടിട്ട് കണ്ണാന്തളി ഇപ്പാവും കേട്ടാ. മിസ് എഴുതുന്ന വൃത്തിയില്ല കേട്ടോ. നിങ്ങൾ നല്ല നീറ്റിൽ എഴുതണേ.
മൗസ് കൊണ്ട് അത്ര ആവുന്നില്ല മക്കളെ. കണ്ണാന്തളി ഉപ്പ. പാ ഇരട്ടിക്കും. നോക്കി എഴുതണേ. എന്നിട്ട് പൂക്കൾ. കണ്ണാന്തളി പൂക്കൾ. ഓക്കെ. നെക്സ്റ്റ് വൺ പാറി പ്ലസ് പറന്നു. എങ്ങനെ വരും? ഏതാണ് അവിടെ ഇരട്ടിക്കുക? ഏതാ ഇരട്ടിക്കുക? ആ പായാവും അല്ലേ? പാറി. പാറി പറന്നു. ഓക്കെ, പാറി പറന്നു. അപ്പൊ അത്രയാണല്ലേ അതിലുള്ളത്. ചേർത്ത് എഴുതുക. എഴുതിയോ എല്ലാവരും? അതില് ടെക്സ്റ്റ് എഴുതി വെച്ചോ? നോട്ട്ബുക്കിലൊക്കെ എടുത്ത് എഴുതണേ. ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക മിസ് എഴുതുന്നത് ഒരു ഹൈഫൻ ഇട്ടിട്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ പച്ച പ്ലസ് പുല്ല് പച്ചപ്പുല്ല്. നീല പ്ലസ് കുറിഞ്ഞി നീലക്കുറിഞ്ഞി. കണ്ണാന്തളി പ്ലസ് പൂക്കൾ കണ്ണാന്തളി പൂക്കൾ. അടുത്തത് പാറി പ്ലസ് പറന്നു പാറിപ്പറന്നു. എല്ലാവരും എഴുതി വെച്ചോ നോട്ടിലേക്ക്? ഓക്കെ. നെക്സ്റ്റ് എന്നാല് ഫിഫ്ത്ത് ആക്ടിവിറ്റീസ് ആണ് അല്ലേ? അടുത്ത് എന്താണ്? ആരാ ഇപ്പൊ മിസ്സേ വിളിച്ചേ? എന്താണ് റാസി? എഴുതിയില്ലേ? ഓക്കെ, എഴുതിക്കോ. ഇതാ എഴുതിയോ? അപ്പൊ 4 ആക്ടിവിറ്റി ആയേ. നെക്സ്റ്റ് 5ാമത്തത് എന്താണ്? മാതൃക പോലെ മാറ്റി എഴുതുക. എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. 6 ആറ്റിൽ. അപ്പൊ ചേറ് എന്താ വരുക? ചേറ്റിൽ എഴുതണം. എഴുതിക്കോ. ഓക്കെ, ഇത് മിസ് കളഞ്ഞോട്ടെ എഴുതിയത്. ഫിനിഷ് തന്നെ എല്ലാവരും എഴുതിയോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് ചേറ് ചേറ്റ്. ചേറ്റിൽ എഴുതിക്കോ. ഇറ്റായാണേ. ഓക്കെ. ചേറ്റിൽ. നെക്സ്റ്റ് ചോറ്. ഹൈഫൻ ഇട്ടിട്ട് ടെക്സ്റ്റിൽ എഴുതി വെച്ചോ. ചോറ്റ്. ചോറ. 6 പുഴ തോട്. നമ്മളിപ്പോ എഴുതിയില്ലേ അർത്ഥം, മീനിങ്? 6 ആറ്റിൽ എന്ന് പറഞ്ഞാല് തോട്ടില് അല്ലെ, പുഴയിൽ എന്നർത്ഥം. ചേറ് എന്ന് പറഞ്ഞ ചെളി. ചേറ്റിൽ ചെളിയിൽ. നെക്സ്റ്റ് ചോറ് അറിയില്ലേ? ചോറ് ചോറ്റ്. സോറി, ഇറ്റായാണിത്. ചേറ്റിൽ. ഇതാ മിസ് ഇവിടെ എഴുതിയിട്ടാ. ചേ ഇറ്റ വള്ളി ടു ഇൽ. അടുത്തത് ഇതാ ഇവിടെ എഴുതിയിട്ട്. ഓക്കെ, നോക്കി എഴുതിക്കോ. നെക്സ്റ്റ് എന്താണ് അടുത്തത്? ലാസ്റ്റ് വൺ ചൊല്ലി രസിക്കാം. ഫിനിഷ് അല്ലേ? എല്ലാവരും എഴുതിയോ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം മക്കള്? നോട്ടിലേക്ക് പകർത്തി എഴുതണം. 3ാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ എല്ലാവരും എഴുതുകയും പഠിക്കുകയും ചെയ്യുക. പിന്നെ ഇത് ഏത് ഇന്നത്തെ നമ്മുടെ 4ാമത്തെ പാഠം പെൻസിലിന്റെ ആണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 5ാമത്തെ പാഠത്തിൻ്റെത് ഏത് എഴുതണം നിങ്ങള്? അർത്ഥം, അതായത് പദപരിചയം. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്ത് തരും. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ചേർത്ത് എഴുതുക,
മാതൃക പോലെ മാറ്റി എഴുതുക. ഇതൊക്കെ നോട്ടിലേക്ക് പകർത്തി എഴുതണം. ഓക്കെ അല്ലേ? ആ പറഞ്ഞോ. ഇതടാ ചോ. ഇതാ മിസ് ഇവിടെ എഴുതിയത് നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ടോ? യെസ്. എന്നാ നോക്കി എഴുതിക്കോ. ചോറ്റിൽ. ഓക്കെ, ഇത് നോക്കി എഴുത്. അടുത്ത് നമുക്ക് ചൊല്ലി രസിക്കാം എന്നാണ് 6ാമത്തെ ആക്ടിവിറ്റി അല്ലേ? നമുക്കൊന്ന് ചൊല്ലി രസിച്ച് നോക്കാം അല്ലെ? ആ പാട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ആ വരികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? എന്താ ഷിഫാന? ഷിഫാന എഴുതിയോ? ഷിഫാന മലരണിക്കാടുകൾ. ആ ഷിഫാന എന്താ പറയുന്നേ? എഴുതി കഴിഞ്ഞു എന്നാണോ? ആണോ ഷിഫാന? പറഞ്ഞ മോളെ അൺമ്യൂട്ട് ചെയ്തിട്ട്. ആ എഴുതി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ചൊല്ലി രസിക്കാം എന്നുള്ള പാട്ട് ഏതാന്ന്? ആ ചങ്ങമ്പുഴയുടെ വരികളാണല്ലേ? മലരണിക്കാടുകൾ. ആ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുദൂരെ പൂമഴയായി പിന്നെ. കേട്ടോ? അത്രയേ ഉള്ളൂ വരികൾ. പാടാൻ പഠിച്ച എല്ലാവരും? മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. അപ്പൊ നമ്മള് ഇപ്പൊ പൂക്കാലം എന്ന പാഠഭാഗമായിരുന്നു പഠിച്ചതല്ലേ? നമ്മുടെ 5ാമത്തെ ലെസൺ. അതേപോലെ തന്നെ ഗ്രാമീണ സൗന്ദര്യത്തെ എടുത്തു കാട്ടുന്ന കവിതയാണിത് അല്ലേ? ഒരു ഗ്രാമരംഗം എന്നിട്ട് എന്ന ഒരു പോയാണിത്. 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കാനുണ്ട്. ചങ്ങമ്പുഴയുടേത്. ചങ്ങമ്പുഴയുടെ വേറെ ഏതെങ്കിലും വരികൾ അറിയോ മക്കൾക്ക്? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ചങ്ങമ്പുഴേനെ അറിയോ? ഇല്ല. കൊറേ പോയുണ്ട് അദ്ദേഹം എഴുതിയത്. നിങ്ങളൊന്ന് യൂട്യൂബിൽ അമ്മയോടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറയണം, കാണിച്ചു തരാൻ പറയണം കേട്ടോ. ഒരുപാട് വരികളുണ്ട്. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇതും അദ്ദേഹത്തിന്റെ വരികളാണ്. ഓക്കെ, വളരെ മനോഹരമായി എഴുതിയ ആള് അല്ലേ? അപ്പൊ അതുപോലെ ഇതും നമ്മൾ ഇന്ന് പഠിച്ച വസന്തകാലത്തെ പോലുള്ള ഒരു കവിതയാണ് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്ന പോയം. അതിലും ഗ്രാമീണ സൗന്ദര്യത്തെയാണ് പറയുന്നത് അല്ലേ? പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല എന്താണ്, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ എന്ത് വന്നു തുരുതുരെ പൂമഴയായും എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാ? മരങ്ങളൊക്കെ പൂത്തിങ്ങനെ വിടർന്ന് നിൽക്കുവാണ് അല്ലേ? നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടല്ലേ കാറ്റ് വരുമ്പോ പൂക്കൾ ഉതിരുവാ. മഴ, പൂവിന്റെ തന്നെ ഒരു മഴ ഉണ്ടാവും എന്നാ പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു വരികളാണ്. നിങ്ങൾ ഒന്ന് പാടി നോക്കി. ആരാ ഇന്നിപ്പോ പാടുക? ഒന്ന് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി. അമ്മന്നെയാണോ? ഓക്കെ, കുറെ പേര് കൈവക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ. ഓക്കെ, കേൾക്കണേ, ശ്രദ്ധിക്കണേ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി
മരതക. മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസ ഗ്രാമ ഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാ പാടുന്നേ? ഓക്കെ, അൻഷി. പാടിക്കോ അൻഷി. കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും ഒരാളസൽ ഗ്രാമ ഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റങ്ങൾ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ജുവൽ മെരിയെ കൈപൊക്കുന്നുണ്ട് അല്ലേ? പാടി, എല്ലാവരും പാടാൻ പഠിക്കണേ. പാടി നോക്ക്. കാടുകൾ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്ന് ദൂരെ പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാ പാടുന്നേ? ഋഷികേശ്. ഋഷികേശ് അൺമ്യൂട്ട് ചെയ്തോ. മലരമണി മലരണി തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൻ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങനെ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ് ഋഷികേശ്. നെക്സ്റ്റ് ആരാ? താങ്ക് യു. ഇഫ്ര. ഞാൻ പാടുവാല്ലേ? ഞാൻ വായിക്കാം. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയൊറ്റൊരാലസൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റ് വന്നു പോയാൽ പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ഇവിടെ എറിക് അഗസ്റ്റ്. കാന്തിയിൽ മുങ്ങി മുങ്ങി മിഴിയും കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസിൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്നും നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അനിഹ മോഹൻ. അനിഹക്ക് നെറ്റില്ലേ അനിഹ? ഓക്കെ, പാടിക്കോ. കാടുകൾ തിങ്ങി
മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ആലസം ഗ്രാമഭംഗി എവിടെയൊന്നും തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? കൈപൊക്കാത്ത നാഫി. മലരാണികാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റരാലസം ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ദൂരെ പിന്നെ. ഓക്കെ, വെരി ഗുഡ് നാഫി. നെക്സ്റ്റ് സാമരിയ. മലരാണി കാടുകൾ തിങ്ങി വിങ്ങി കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അജിത് ജോസഫ്. അജിത്ത് പോയോ? ഓക്കെ, നെക്സ്റ്റ് മാളവിക സുരേഷ്. മിസ് എന്റെ ടെക്സ്റ്റ് ബുക്കില് വേറെ സ്ഥലത്തില്ലേ? ഓ അതെയാ. നെക്സ്റ്റ് ഷിഫാന. മലരാണി കാടുകൾ തിങ്ങി വിങ്ങി ഗാന്ധിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞാലും നോക്കിയാലും അവിടെല്ലാം മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. പൂമഴയായി പിന്നെ. ഡൊമിനിക് ബിജു. മരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി.
പൂക്കരന്റെ ലാലസിൽ ഗ്രാമഭംഗി എവിടെ തിരിഞ്ഞാൽ നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ ഒരു മാത്രം കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ. പൂമഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് സിനാൻ. മലരാണി കാടുകൾ തങ്ങി വിങ്ങി മരതകൾ കാന്തിയിൽ മുങ്ങി 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 കരളും മിഴിയും കവർന്നു മിന്നി നീ കറയറ്റൊരാലസൽ ഗ്രാമഭംഗി ഭംഗി എവിടെ തിരിഞ്ഞ നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ മഴയായി പിന്നെ. മഴയായി പിന്നെ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. ഇനി 1 മിനിറ്റേ ഉള്ളൂ. ഇനി ആരാ പാടുന്നേ? വേഗം. റാസി പാടിയില്ലല്ലോ. മുഹമ്മദ് റാസി.